പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ഇടയാരോട് കരുണ ചെയ്യുന്ന മനുഷ്യ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആധിപത്യത്തിനെ പ്രതിഫലത്തിലുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യവസ്ഥയെ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ അപകൂല സുബാ ലവൽമീ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധ പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ച് കളയണമേ. എന്റെ പാപങ്ങൾ തന്നെ വെളിപ്പാക്കണമേ. എന്നാൽ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ മുഴുവൻ നേരെ വിളിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനങ്ങളെ നീ അറിയിച്ചു. നിന്റെ സോപാനങ്ങളെ തെളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉറച്ചുവതിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അവസ്ഥകൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായിച്ച് കളയണമേ. ദൈവമേ, വെളിപ്പെടുത്തൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ ഉണ്ടാക്കണമേ. നിന്റെ ദൈവത്തിനെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എനിക്ക് വരുതേ. എന്നാലോ നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിന്റെ രക്ഷണമേ. എന്റെ ദാഹങ്ങളെ സ്തുതിക്കും. കർത്താവേ, എനിക്ക് ഉറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല. ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലുതാഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നേതൃത്വം ഹോമബലികൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, യോഗ്യമാവുന്നു. പാറയ്ക്കുമോ റൂഹോ കാദീശോ നിൻപോലം
മോതിരമരുളി തിരുസഭയെ മസീഹാ വീട്ടപ്പോ പരിപാവന തരുരുതിരങ്ങൾ കൈ കൊണ്ടാളവളും മോതിരമതിരാൽ കൊലയിലും താമാം രക്ഷിതയാൽ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. പാർക്കുമോ മൂലം വാദാമൽ മൂലം ഉൾമീരാമേ മാനവർ വാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സംഭോജ്യം താദാത്മസ്വരൂപ പിതൃപുത്ര പരിശുദ്ധന്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ എൻ്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയോ സന്തോഷപൂർവം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തക്കൊണ്ടുള്ള ഐകമത്യം ഇവരുണ്ടാകുകയും ചെയ്യണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയാ സേവിക്കും ജ്ഞാനരചന എന്നുര ചെയ്യും ദർശിച്ചാൻ കവനിന്നതരത്തിൽ ഹല്ലേലൂയായെന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാർക്കുമോ. മൂലം വാദാമൽ മൂലം ഉൾമീരാമേ ഉപവകളാ ശ്രീമോച്ചൊന്നാരേവം ചാരുമുഖി പാരം സാധിക്കും നിൻ പ്രിയരേവൻ എന്നാഥൻ പതിനായിര മതിലുത്തമനാ തൻ പൂങ്കാവാണിസരായ ശുദ്ധൻ യാക്കോബിന്നതയിൽ രക്തന്നാർന്നേ തൈലത്തിൽ മൃദുലന്നവനോദ്ധാരയിൽ പാർക്കിലിവൻ ദൈവസവൻ വിശ്രുതനാമിവനേ നാം വാഴ്ത്തിയിടുന്നു. പറയുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും ദൈവവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരിക്കലും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ കരീറ്റുവാൻ അടിയങ്ങൾക്ക് നീ യോഗ്യത നൽകണമേ. ബർഖ്യമോർ വിജാതിപുത്രി തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധമായ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കിയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകി
രക്ഷിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ നാഥൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും യാമങ്ങളിലും അടിയങ്ങൾ ആയുസോടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ലെവൽ മീ മനുഷ്യരുടെ സർവവിജ്ഞാനങ്ങളിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമായ കർത്താവേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദന്തമായ നിലയിൽ എല്ലാവിധമായ കഷ്ടതകൾക്കും മരണത്തിനും അതീതനും ആകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന് ശക്തിക്ക് തക്കവണ്ണം നിന്നോടുള്ള വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ അവിടുന്ന് ആവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അവിടുന്ന് നീ അനുഗ്രഹങ്ങളെ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് അതിനെ നീ ഐശ്വര്യപ്പെടുത്തി മഹത്വ വസ്ത്രം ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനാകുന്ന ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരത്തെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണനും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിപ്പാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഹമാരും ഇടവിടാതെ സന്തോഷിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. നാഥാതിന് മുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും
മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും നിന്റെ മുൻപാകെ നിന്ന് ഇടവിടാതെ നീ നിന്റെ പിതാവിനെയും റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്കുമോർ ഹോശോ കുലസ്പാലവൽമീ. ബറക്കുമോർ ദൈവത്തിന്റെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലോകളും എന്ന് നീക്കും കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. പതിവ്രതയ പരിപാവന സഭയെ വാനോകാന്തൻ വീട്ടൊരു നേരം വീടിൻ ഭരണം ശീമോ സുവിശേഷം യോഹന്നാനിൽ കൽപ്പിച്ചാൻ വിലയേറെ താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. ബാരക്കുമോ മൂലം വാദാവൽ മൂലം ഉൽമീനാവേ വിശ്വസ്തേ സഭയിവയമിന്നി ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട. അവരനെ നീ മോഹിക്കാത്തതിന നിന്നെ ഞാനും കൈവെടിയില്ല. ലോകത്തിൻ അവസാനത്തിൽ വാരും വാനുമണിഞ്ഞാലും വാഴും നീയാകത്തിൽ താരാ വചവിമലാത്മാവിൻ ഗേഹം പാർത്താൽ മിന്ത്രോണോസാ വ്രതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുവൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വബുക്കുലസ്പാലവൽമീ. പറക്കുമോ തൻ്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു.
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകരം കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വലതുകരമായുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകരം അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നതുപോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്നെ വിവാഹം ചെയ്യുന്നതിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മാശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ വബകുല സുബാൻ ലവൽ മീൻ. ബാറക്കുമോർ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളുടെ കൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അനുകരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബാക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തീകരിച്ചതുപോലെ ഇവരെ നീതിയാകുന്ന മോദനം കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാട് തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷരവുമായ മനോഹരഭൂഷണങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാൽ മഹിമേർ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയും. അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങൾ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുരഭിലമായ ശൂഷന്ന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസിയാലികളായ ദുഷ്ട മനുഷ്യരുടെ കയ്യിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്നും നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളും നൽകണമേ. സൽപ്രവൃത്തികളാവുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി എന്ന് ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകി കൃപചര്യം ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകണമേ. നിന്റെ വിജയ ശ്ലീബായാൽ ഈ മണവാളനും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോർ ഹോശോം വബുകൂല സുബാൻ ലവൽ മീൻ. സഭയാം തിരുസഭയാമേ, അത്യുന്നതനുടെ മരണവാട്ടി പാവന സഭ ചൊല്ലിടുന്നു, ഇൻവരനീവൻ ഞാൻ ധന്യ. വന്നേക്കുന്നേ വന്നിന്നേ വീട്ടൊരു മണവാളൻ തന്നെ. പ്രിയരിൻ നീ
രോഗി വിട്ടിടാം ഞാൻ രോഹായി ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ കോറെപ്പിസ്കോപ്പ അച്ഛൻ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഇടവകയുടെ വികാരി, പ്രിയപ്പെട്ട ടിജു അച്ഛൻ, കർത്താവിൽ സ്നേഹിക്കപ്പെടുന്ന ഏവരുമേ, പ്രിയപ്പെട്ട ജിതിൻ, അനു, ഈ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹ കൂദാശ ആശീർവദിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അതിന് ദൈവം തമ്പുരാൻ അവസരം നൽകി എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന അനുഗ്രഹീതമായ ഒരു നിമിഷമാണ് നാം ഓരോരുത്തരും ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. ഭൂമിയിൽ ഇന്ന് പുതിയ സ്വർഗം കെട്ടിപ്പടുക്കുവാൻ കുടുംബജീവിതത്തിലേക്ക് ഈ പ്രിയപ്പെട്ട മക്കൾ പ്രവേശിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് കുടുംബജീവിതം നയിക്കുക എന്നുള്ളത്. വിവാഹ കൂദാശയുടെ രണ്ടാമത്തെ ഭാഗമായ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയിൽ ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് തിരുവചനം ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്: വരം ലഭിച്ചവനല്ലാതെ ആരും ഈ സ്ഥാനത്തിന് അർഹനാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊക്കെ ദൈവം തന്നിട്ടുള്ള കുടുംബജീവിതം അതൊരു ദൈവിക വരദാനമാണ്. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളും പ്രതികൂലതകളുമൊക്കെ കടന്നു വരുമ്പം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ വായിൽ നിന്ന് പലപ്പോഴും കടന്നു വരും, എന്തിനു വേണ്ടിയാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് എന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുവാൻ സാധിക്കണം, ഇത് ദൈവം തന്ന ദാനമാണ് കുടുംബജീവിതം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിവാഹ കൂദാശകൾ എന്തുകൊണ്ട് ദേവാലയത്തിനകത്ത് വെച്ച് നടത്തുന്നു എന്നുള്ളത് ചോദിച്ചാൽ, രജിസ്റ്റർ മാരേജ് നടത്തിയാലും അത് ഭാരത നിയമപ്രകാരം വിവാഹമാണ്. എന്നാൽ ദേവാലയത്തിനകത്ത് വെച്ച് എന്തിന് വിവാഹ കൂദാശ നടത്തുന്നു എന്ന് ചോദിച്ചാൽ, കുടുംബജീവിതത്തിൻ്റെ ആരംഭം ദൈവമാണ് ഈ പ്രിയപ്പെട്ട മക്കളെ കൂട്ടിയോജിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഓർപ്പിക്കുന്നുണ്ട്: മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ തുണയെ ദൈവം നൽകി എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജിതിന് തക്ക തുണ ആരാണ് എന്ന് ദൈവം കണ്ടെത്തി പ്രിയപ്പെട്ട അനുവിനെ ചേർത്ത് വിൽക്കുമ്പം ദൈവമാണ് ഈ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് വെക്കുന്നതിൽ ഇവരിരുവരും ദൈവം മുമ്പാകെ തക്ക തുണകളാണ് എന്ന് പരസ്പരം മനസ്സിലാക്കുവാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് സാധിക്കണം. ഒന്നാമതായി അച്ഛൻ ഓർപ്പിച്ചു, ഇത് ദൈവം തന്ന ഒരു വരദാനമാണ്, ഇതൊരു ഗോഡ്സ് ഗിഫ്റ്റാണ് നിങ്ങളുടെ ജീവിതം എന്നുള്ളത്. 2, നിങ്ങൾക്ക് നിങ്ങളെ ദൈവമാണ് കൂട്ടിയോജിപ്പിക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമഭാഗത്തേക്ക് വരുമ്പം ഓർപ്പിക്കുന്നു, ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഏകദേശം 4-5 ദിവസങ്ങൾ മുമ്പ് മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു കണക്കെടുപ്പ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചു കാണും. ഇത്ര ശതമാനം വിവാഹം നടക്കുന്നു, അതുപോലെ തന്നെ ഡൈവോഴ്സിൻ്റെ എണ്ണവും അവിടെ രേഖപ്പെടുത്തിയത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചു കാണും. എന്തുകൊണ്ട് ആധുനിക കുടുംബ ജീവിതങ്ങളിൽ വിവാഹം നടക്കുന്ന അതേലുപരി കൂടുതലായി വേർപിരിയലിൻ്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് എല്ലാ സാധ്യതകളുടെയും നടുവിലാണ് ആധുനിക യവന സമൂഹം കടന്നു പോകുന്നതെങ്കിൽ അവർക്ക് അന്യമാകുന്നത് ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ രണ്ടുപേരെയും ദൈവം കൂട്ടി യോജിപ്പിക്കുന്നത് ഈ പരിശുദ്ധമായ മദ്ബഹായുടെ മുൻപാകെ, പുരോഹിത ശ്രേഷ്ഠയുടെ മുൻപാകെ, ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ ദൈവം നിങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം എപ്പോഴും ദൈവത്തോടുള്ള ബന്ധം നിങ്ങൾ ശക്തമായി നിലനിർത്തണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്: ഫാമിലി ദ സ്റ്റേസ് ടുഗദർ. പ്രാർത്ഥിക്കുന്ന കുടുംബം എന്നും നിലനിൽക്കും. അതുകൊണ്ട്
നിങ്ങൾ ഇന്ന് കുടുംബജീവിതം ആരംഭിക്കും മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളുടെ നടുവിലും നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധം എപ്പോഴും ശക്തമാക്കണം. പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും നിങ്ങൾക്ക് കടന്നു പോകുവാൻ ഇടയാകരുത്. കാരണം ദൈവമാണ് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചത്. രണ്ടാമതായി, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ പാലിക്കേണ്ടത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം. കൊരിന്ത്യർ ലേഖനം സ്നേഹത്തെപ്പറ്റി ആഴമായി പറയുന്നെങ്കിലും ഇത് നമ്മുടെ കുടുംബജീവിതത്തിൽ, വിവാഹ ജീവിതത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു പെരിഫറൽ സ്നേഹമായി പോവുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കൂരയ്ക്കുള്ളിൽ ഒരു കട്ടിലിൽ ഉറങ്ങുന്ന രണ്ട് വ്യക്തികളായി മാറുമ്പം പലപ്പോഴും സ്നേഹം അന്യമായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ മക്കളെ, നിങ്ങൾക്ക് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകണം. അതുകൊണ്ട് സ്നേഹം കണ്ടീഷണലല്ല, കുടുംബജീവിതത്തിൽ അൺകണ്ടീഷണലാണ്. തുറന്ന് സ്നേഹിക്കാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് സാധ്യമാകണം. മൂന്നാമതായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹീതമായ തലമുറകളെ നൽകുമ്പം ദൈവാശ്രയത്തോടെ ദൈവബോധ്യത്തോടെ ചൊല്ലുപുള്ളിയുള്ള മക്കളായി വളർത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകണം. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ഡൈവോഴ്സുകളുടെ എണ്ണം കൂടുന്നു എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയില്ലാത്ത, സ്നേഹമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് ഒന്നിച്ചു പോകുവാൻ ഒരിക്കലും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്ന് തിരുവചനം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് സ്നേഹിക്കുവാനായിട്ട് സാധ്യമാകണം. അത് നിങ്ങൾക്കുള്ള സന്ദേശമായിരിക്കട്ടെ. ഇനിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നവരുമേ, അനവധി വർഷമായി നിങ്ങൾ എന്നേക്കാൾ ജീവിതത്തിൽ കുടുംബജീവിതത്തിൻ്റെ സാക്ഷ്യത്തോടെ കുടുംബജീവിതം നയിക്കുമ്പം ചുമ്മാതൊരു ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ജന്മത്തിലും ദൈവം ഇപ്പം തന്ന പങ്കാളിയെ ആ പങ്കാളിയായി തന്നെ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ? കൈവക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലങ്ങ് കൈവത്തിക്കാൻ മതി. ദൈവം അടുത്ത ജന്മത്തിലും എനിക്ക് ഇദ്ദേഹത്തെ ഭർത്താവായും എനിക്ക് ഇദ്ദേഹത്തെ ഭാര്യയായും ദൈവം കുറച്ച് പേരൊക്കെ ജീവിക്കുന്നു. അതിൻ്റെ ഉത്തരവൊക്കെ നിങ്ങൾ കണ്ടെത്തിയാൽ മതിയാകും. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അത് സുഖത്തിലും ദുഃഖത്തിലും മക്കളെ നിങ്ങൾക്ക് ഒന്ന് ചേർന്ന് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മക്കളുണ്ടാകും, കൊച്ചുമക്കളുണ്ട്. അവരുടെയൊക്കെ കുടുംബജീവിതത്തിൽ പലപ്പോഴും മാതാപിതാക്കളുടെ അനാവശ്യമായ ഇടപെടലുകൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ആധുനിക തലമുറകളിൽ വല്ലാതെ വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് അവർക്കായി നിങ്ങൾ അവരെ കൂട്ടി യോജിപ്പിച്ച് ജീവിതത്തിലേക്ക് പോകുമ്പം പിന്നെ അവരുടെ ജീവിതത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പം പലപ്പോഴും സ്റ്റിയറിങ് മോളെ കെട്ടിച്ച് വിട്ടാലും സ്റ്റിയറിങ് സ്വന്തം വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ നഷ്ടമായി പോകുന്നത്. അതുകൊണ്ട് അവരെ കെട്ടിച്ചു വിടുമ്പം അവരുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണങ്ങൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പം ഇടപെടേണ്ട സമയങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അവർ ജീവിക്കണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ കാലഘട്ടത്തിൽ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കടന്നു വരുന്നവർക്ക് അത് ചിലപ്പോഴും ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമാകത്തില്ല. അതെന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ള ഒരു സന്ദേശം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഇവിടെ കൊണ്ട് ആക്കി വെച്ചു, ഇനി അവരവർ ജീവിക്കട്ടെ. ഇനി മക്കളെ, നിങ്ങളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാനുണ്ട്. നിങ്ങളെ ഇവിടെ ആക്കിയത് നൊന്ത് പ്രസവിച്ച് ജന്മം നൽകി അവരെ വിവാഹ കൂദാശ വരെ നിങ്ങളെ കൊണ്ട് എത്തിച്ചു. ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രമെന്നല്ല, നിങ്ങളുടെ അപ്പനെയും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളുടെ ആയുസ്സുള്ള കാലം അത്രയും നോക്കാനും ചേർത്ത് പിടിക്കാനും നിങ്ങൾ വിധിക്കപ്പെട്ടവരാണ്. നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു വാർദ്ധക്യത്തിലേക്ക് കടന്നു വരും. ഇന്ന് വാർദ്ധക്യം ഒരു ശാപമായി മാറുമ്പം അവനവൻ്റെ സുഖങ്ങളിലേക്ക് കടന്നു പോകുമ്പം മക്കളെ ഓർത്തോണം, ഈ അപ്പനെയും അമ്മയും മറന്ന് നിങ്ങൾ ഒരിക്കലും രണ്ടുപേരോടും കൂടെയാണ് നിങ്ങൾ ജീവിക്കരുത് എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ജിതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കേറെ സന്തോഷമുണ്ട്. ഞാനൊരു സഹോദരൻ തുല്യനായി സ്നേഹിക്കുന്ന ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവകയുടെ വികാരിയായി ശുശ്രൂഷിക്കുന്ന കാലഘട്ടം മുതൽ ഞങ്ങൾ തമ്മിൽ വലിയൊരു ആത്മബന്ധവും. അതുകൊണ്ട് ഈ കുദാശയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ജിതിനും ഈ ഇടവകയുടെ എല്ലാ ആത്മീയ രംഗങ്ങളിൽ നേതൃത്വം കൊടുക്കുമ്പം ദൈവം കൂട്ടായി കൊടുത്തിരിക്കുന്ന അനുവിനും അവർക്ക് ഒന്നിച്ച് എല്ലാ സന്തോഷങ്ങളും നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം അടിവരയിട്ട് ഓർപ്പിക്കുന്നു, ദൈവമാണ് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. ഇത് ദൈവം തന്ന സമ്മാനമാണ്. അതുകൊണ്ട് ദൈവാശ്രയത്തോടെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ജീവിപ്പാൻ
പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അന്യനായ കോറപ്പിസ്കോപ്പ അച്ഛന്മാർ, അന്യനായ സീനിയർ വൈദികർ, ഈ കൂടിയിരിക്കുന്ന എല്ലാ ജനസമൂഹത്തിൻ്റെയും വൈദികരുടെയും ബലഹീനായ എൻ്റെയും പേരിലുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ോടാവിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സാറയോടമറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ റാഹിലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വപുകൂല സുബാലവൽമീ മോദിക്കട്ടെ പരം നാദാലേ ലൂയൗഹാലേ ലൂയ നിൻ ശക്തിയിലും രക്ഷയിലും പ്രഭവേ മൂലം മാതാവൽ മൂലം മുൽമീനാവേ മണവറയേ സ്വർഗത്തിൽ സഭയിൽ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗമേവും സുൽത്തോരന്മാർ ഹൈലേയർക്കോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിന്റെ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ,
ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാകരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നതുമായ സ്വയംഭൂവും മറാകമാതനത്തിൽ വാസം പോയിട്ട് നിന്നുകൊണ്ട് തനിക്ക് ആരാധനയ്ക്കുന്നതിനാദ്യവും തൻ്റെ വിവരമാകണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ തോന്നി തിരുസനിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയോ തന്നെ ധന്യമായി പോകുന്നവർ ഞങ്ങളുടെ വ്രതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്നെ തത്വ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനോ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ ലോകത്തിൻ്റെ മമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായ കർത്താവിന് സ്തുതി. കണ്ടാലും തൻ്റെ അടിയാളുടെ കിരീടങ്ങൾ ആശ്രയിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലൂയമോ സുതകായ സകല സ്വർഗീയ സേനകളും ഭയന്ന് വരച്ചുകൊണ്ട് മാറ്റപ്പെടുകയോ മഹോന്നതന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിപാലിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, വർണ്ണിക്കുവാൻ പാടില്ലാത്ത അതിൻ്റെ കൃപാപ്രഭാവത്താലും നിസ്സീമമാതിൻ്റെ ദേഹാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയോ എളിയവരും മൺമേലുമായ ഞങ്ങളുടെ ചൂടുകളിൽ അവിടുന്ന് പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ അങ്ങയോട് യാചിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ അവിടുന്ന് ദീർഘമുണ്ടാകുന്നു. ശിക്ഷാരമായ പ്രതികാരത്തിൽ ഉദാസീനതയും ദീർഘക്ഷേമം അങ്ങേ കാണിക്കുന്നു. ദൈവമായ കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും അങ്ങയുടെ ശ്രേഷ്ഠ അധികാരത്തിന് വിധേയരായ വശുക്തരുമായ അങ്ങയുടെ ദാസന്മാരെയോ പ്രത്യേകിച്ച് ഇവിടെ വന്ന് നിന്റെ കണ്ണിയുടെ നിഴലിലും ദൈവത്തിൻ്റെ തണലിലും അഭിപ്രാപിച്ചിരിക്കുന്ന ഈ മണവാളനെയും മണവാട്ടി അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളും ഉത്തരവായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ നടക്കുവാൻ തക്കവണ്ണം ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന ശരിയായ വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നാൽവരങ്ങളിൽ താല്പര്യമുള്ളവരോ ആത്മശരീരങ്ങളൊക്കെ പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നതുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. തമ്പുരാനെ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണം നിന്ന് അകന്നവരുമായി തീരുമാറാകണമേ. നിന്റെ പരിശുദ്ധ ഭാഗത്തേക്ക് അടുത്ത് വരുവാൻ ശപിക്കപ്പെട്ടവനാ സാത്താനാസിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ.
നാഥാ, ഞങ്ങൾ ഇവരും നിന്റെ ആത്മീയ മുദ്രത്വപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലോ നിന്റെ കൽപ്പനയാനത്തിലും തീക്ഷണമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സദരിച്ചവരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. തമ്പുരാനെ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും അവിടുത്തെ കർത്തൃത്വത്തെ പ്രതിപ്പെടുന്നവരുമായി തീരുമാനമാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ മൂത്തവനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും സഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുലസുബാൻ ബത്രയുൻ ഒൽമലോലം ഒൽമീ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോലും ദ്രൗപദി സലോമോൻ വിമല സഭി നിന്നെ നാളിപ്പോ. സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ. ശ്രീവായി വന്നിപ്പതിനാൽ രാജാവാമാശിഹ ഹല്ലേലൂയ. കാക്കുന്നു നിന്നെ മാർഗ്യോ ഹല്ലേലൂയ. സഭയോടൊന്നും നീ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു. വഞ്ചകരാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോകീടാം. ബന്ധിച്ചവയാ അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൽ. മഹിമയും മണവാട്ടി സമം മതി മേവും ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കൊത്തനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ നാഥ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായി നിന്റെ വലങ്കൈ ഇവരുടെ മേൽ ആവസിക്കുമാറാകണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്ത വിരുന്നിന് ഞങ്ങളെയും ഇവരെയും നീ യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്ന് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ കുലസ്വാലവൽമീ. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത്
വാനവനെങ്കിലും വാനോരൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളും പാരികൊടുത്തു പരക്കുന്നു ദൈവത്തിനുപദേശം കൈക്കൊണ്ട് അവസാനിപ്പോ പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും അഹായ് ബാറക്കുമോ സ്നേഹാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവീൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവും ആവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാവുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെന്മയുള്ളതാക്കി. ഇതവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാവുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവും സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ച് അവിടുത്തെ സഭയെ കുറിച്ചും ആവുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്വരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തോടുള്ള പ്രഥമ കൽപ്പനയാകുന്നു. ആമീൻ. ആഹായ് ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ മോദിക്കട്ടെ ശക്തിയിലും രക്ഷയിലും നൃപതേ അടക്കത്തോടും ഭയത്തോടും മണത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് നിങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion Gadisho Dmoran Esumisigo Kuruso Somakionisomen Matai Shligo Magrasoni Magrasai Purukono Levelmo വന്നവനും വരുവാനിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്റെ ചില സ്തുതികളും നാമെല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ ഇവയൊക്കെയും ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസിച്ച്
ഏറ്റുപറയുന്നു. യേശുബ്രാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോടെ അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരം സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. പറക്കുമോ ശ്ലോമോ ലക്കുൽക്കോ. വന്യശ്രീവാതരുവിന്റെ ദേവി മഹാരവിയാമിന്റെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനം നിദ്രാകത്തെ വിധി പോൽ പുണ്യം കോശിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ബസ്മോദാബോ ദാബറോ വദറുബോഹായോ കാദിസോ ലവോ ലാമുൽ വനീന്നുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാ ചാര്യൻ അണിയിക്കും മകുടം രമ്യം. അൻപാലിംബം നൽകാ മുടിയാൽ മണവാളനും മണവറയാ മണവാട്ടിക്കും. ക്ലീലോബിദേതു മോറാ
മെൻസ്മായോ സോയാഹു നോഹേ ലഹസിനോയോയി ക്ലീലോ ദുഃഖനോ സോയേ ബരീസേ ദമ്പതികൾക്ക് കിടുവാൻ രചിതം മകുടം പാരം രുചിരം വനിന്നുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെയാ ചാര്യൻ അണിക്കും മകുടം രമ്യം സത്യമണാണ ശീഘ്രം സവിതമണമേ സദാകം കർത്താവ് നിന്നെ നീതിൻ കിരണ ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങൾ അനുഗ്രഹിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയമായി ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മോറാ മെൻസ്മായോ സോയാഹുനോഹേ ലകൽ സോയോയി ക്ലീലോ ദുഃഖനോ സോയി ബരീസ്വേ അൻപാലിംഗം നൽകാൻ ഉണിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും വാനിന്നുടയോ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെയാ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം ദമ്പതികൾക്ക് കിടുവാൻ രചിതം മകുടം പാരം രുചിരം ക്ലിലോബിദേതു മോറാ മെൻസ്മായോ സോയാഹുനോഹേ ലകൽ സോയോയി ക്ലീലോ ദുഃഖനോ സോയി ബരീസേ മകുടം തിരുമുൾമുടിയോടു സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാടിയോടു സദൃശ്യം. നീതിൻ കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം സ്ലീവ വിജയ കൊടിത സ്ലീവ നമ്മെ രക്ഷ
സ്തുതിച്ചിടും സ്ലീവായും പുകഴും മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ തന്റെ മണവാളിത്തത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്ത് കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കും നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരാരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യം അവകാശമായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മളുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഓശോ വബുകുലസ്വാലവുൽ മീ. ഇതൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നെൽപേർക്കാ വിശേഷിടുക കുളിർത്തൽ. മുദ്രിതമാക്കി പീഡകള അടിമവിടോർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി. ആനന്ദിച്ചി മോറിയോരാ
പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ ഉണ്ടാകേണം. ദൈവാത്മജനീ ദമ്പതികളായി തലയിൽ ചൂടും മകുടങ്ങളിൽ വലതു കരത്താൽ വാഴ്ത്തിയിടേണം. നാമം ചൊല്ലി ദമ്പതികൾക്ക് വരമേകേണം. തേജോലോകം ഇവരുടെ കാലം ശുഭമാകേണം. ധന്യതയാൽ പരിശോധന്മാർ തൻ പ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനിവഹത്തിൽ എന്നേക്കും. നിൻ സ്തുതി പാടാം കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ കർത്താവേ ഇവരുടെ വായി വാഴ്ത്തിയിടേണം. സർവ്വം കേട്ടിട്ടവ്യക്തനായി കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിയായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും പരിശുദ്ധമായ ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന് മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന് മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശുശ്രൂഷകരിലും വിശ്വാസികളായ ജനത്തിലും മണവാളലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ പരിശുദ്ധ കന്യക മർത്തമറിയം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവേശു മിശിഹായുടെ വലതുതൃക്കരം എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറക്കുമോർ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുടെ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യയെ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധമായ വിവാഹ കൂദാശയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോയവരെയും താൻ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ, ഞങ്ങളുടെ കുറ്റവും കുറവുള്ളതായ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ബാറക്കുമോർ വിഷയമാബോ അബ്രൂഖോ കാദീശോ ഹോശോ വക്കൂല ശുബാൻ ലെവൽ മീൻ.
And now, the moment we've all been waiting for, the start of today's celebration. With a big round of applause, let's welcome our bride and groom to the stage. The proud families of our groom and bride to join us on stage and bless the
സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ നന്മയിൽ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്നുണ്ട്. ഓ ഐ സീ. യെസ് ഐ ആം ഇൻ സി.
നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ. എന്താ തമ്പുരാൻ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥ
I don't promise skies without rain or a life untouched by pain, but I promise to stand through the storm, to hold you when the night feels long. I won't be perfect, but I'll be true, and every day I'll choose you, not just in joy, but when it's hard, I'll love you with my whole heart. This is my vow before the King, to love you more than anything, to walk in grace, to serve, forgive, to lay down self so love can live. I give you all, not just for now, for every breath. This is my vow. When time has worn our faces thin, and years have carved their lines within, I'll still be reaching for your hand, still walking where the Savior stands. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.